പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന പൊതുമരാമത്ത് റോഡിലാണ് കേട്ടോ. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചില നിർദ്ദേശങ്ങൾ അടുത്ത് വരുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി എൻ്റെ അറിവുള്ള കാര്യങ്ങൾ കേട്ടോ, ഇതൊന്നും എല്ലാവരും ഷെയർ ചെയ്യണേ. നമ്മുടെ നാട്ടിലിപ്പം നടക്കുന്ന കാര്യത്തെപ്പറ്റി ചെറിയൊരു രൂപം അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ റോഡുകളിൽ നടക്കുന്ന ക്രമക്കേട്, വൻ ക്രമക്കേടാണ് നടക്കുന്നത്. നിർമ്മാണത്തിൽ നടക്കുന്ന വൻ ക്രമക്കേട് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഏത് രീതിയിലാണോ ആ ക്രമക്കേട് ഉണ്ടാകുന്നത് അതൊക്കെ അഴിമതിയാണ്, അതില്ലായ്മ ചെയ്യണം. അടുത്തതായി പറയുന്നത്, നമ്മുടെ റോഡുകളിൽ മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നുണ്ട്. ഒരു മെയിൻ്റനൻസ് വർക്ക് പഞ്ചർ ഒട്ടിക്കാൻ നടന്നാൽ 1 മാസം പോലും അത് നിലനിൽക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ ആ റോഡ് പൊളിഞ്ഞു പോകുന്നു. അതിലൊക്കെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ പഞ്ചർ അതുപോലെ മെയിൻ്റനൻസ് ജോലികൾ നടക്കുന്നത്. അതുപോലെ പുതിയതായിട്ട് നിർമ്മിക്കുന്ന റോഡുകൾക്ക്, അതായത് കലുങ്ക് നിർമ്മാണം, ഓട നിർമ്മാണം, ഇതെല്ലാം കൂടിയാണ് ഫണ്ട് അനുവദിക്കുന്നത്. ഈ ഫണ്ട് അനുവദിക്കുന്നെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും റോഡ് നിർമ്മാണം ആദ്യം ടാറിങ് പൂർത്തീകരിച്ച് പോകുമ്പോൾ മുമ്പ് തന്നെ കലുങ്കിൻ്റെ നിർമ്മാണം നടക്കുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ പല റോഡിലും ഈ കലുങ്കിൻ്റെ നിർമ്മാണം പൂർത്തിയെല്ലാം റോഡെല്ലാം ടാറിങ് എല്ലാം കഴിഞ്ഞിട്ട് റോഡ് വീണ്ടും വെട്ടിപ്പൊളിക്കുന്ന രീതി കാണുന്നു. കാരണം അവിടെ കലുങ്ക് വീണ്ടും പണിയുക, എന്നിട്ടത് വീണ്ടും ആ കലുങ്ക് അവിടെ അതുപോലെ കിടക്കുന്നു. ടാറിങ് ജോലി നടക്കണമെങ്കിൽ 1 വർഷമെങ്കിലും പിടിക്കുന്നു, അത് കാലതാമസം ഉണ്ടാകുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റോഡിൻ്റെ ഇരു സൈഡിലും കാട് പിടിച്ച് മിക്കവാറും റോഡുകളെല്ലാം ഭൂരിഭാഗം റോഡ് കാലാവസ്ഥാ മാറ്റം ഒരു വിഷയമാണ്. ആ കാലാവസ്ഥാ മാറ്റം, ആ കാടുകൾ കൃത്യമായിട്ടും വെട്ടിത്തെളിക്കുവാൻ വരുന്ന നമ്മൾ റോഡിന് ഫണ്ടനുബന്ധ റോഡ് നിർമ്മാണത്തിന് കൊടുക്കുന്ന കോൺട്രാക്ടറെ തന്നെ ചുമതലപ്പെടുത്തുക. ഇതിനേതെങ്കിലും വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടായാൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അതുപോലെ തന്നെ അതാണ് കൊടും വളകളിലൊക്കെ വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റോഡ് നിർമ്മാണത്തിൽ കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ അടുത്ത വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇടാൻ വേണ്ടി വെട്ടിക്കുഴിക്കുന്ന രീതി നിർത്തുകയാണെങ്കിൽ ഏറ്റവും ഒരു പരിധി വരെ നന്നായിരിക്കും. അഥവാ ഉണ്ടായാൽ പോലും അതിൻ്റെ പഴയ സ്ഥിതി ടാറിങ് നടത്തുവാൻ ബന്ധപ്പെട്ട ജലസേന വകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ്. അതിനും അടിയന്തര നടപടി സ്വീകരിക്കണം. അതുപോലെ സിഗ്നൽ സംവിധാനം കൃത്യമായിട്ട് ടൗണുകളിലും നിലനിർത്തുവാനുള്ള സംവിധാനത്ത് നടപടി ഉണ്ടാകണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്കറിയാം റോഡുകളിൽ ഇപ്പം ചില റോഡുകളൊക്കെ പണിത് തീർത്ത് കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ ഒരു സൈഡ് ഇടിഞ്ഞു പോവുക, ഇരുത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ ക്രമക്കേട് ഉണ്ടാകാതിരിക്കാനുള്ള നടപടി ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെട്ട് അതിന് എന്താ പോംവഴി എന്നുള്ളത് നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, കേരളത്തിൽ എല്ലായിടത്തും അറിയിപ്പ് ബോർഡുകളുണ്ട്. പല അറിയിപ്പ് ബോർഡുകളും ഏതാണ്ട് 1 വർഷം കഴിയുമ്പോഴത്തേക്ക് മങ്ങിപ്പോയി കാണാൻ പറ്റത്തില്ലാത്ത രീതിയുണ്ട്. അതുപോലെ തെറ്റുകൾ